9-ാം അധ്യായം വരെയാണ് പഠിച്ചു തീർത്തത്. വാസ്തവത്തിൽ നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് ദാനിയേൽ പ്രവചനം വിഷയത്തിൽ അതിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 10, 11, 12 അധ്യായങ്ങളാണെങ്കിലും നമുക്ക് വാസ്തവത്തിൽ വളരെ വേഗം ഈ ഭാഗങ്ങൾ തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സൂമിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 9-ാമത്തെ അധ്യായം തീർത്തതാണ്. ഞാൻ വളരെ വേഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലെ 70 ആഴ്ചവട്ടം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു ചാർട്ട് കണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കണ്ടു, ചാർട്ട് കണ്ടായിരുന്നു. ഞാൻ വളരെ വേഗം അത് മാത്രം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് വാസ്തവത്തിൽ 70 ആഴ്ചവട്ടം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയതായിരിക്കുന്ന ഒരു ചാർട്ടാണ് അത്. അത് വേഗം ഞാനൊന്ന് 2, 3, 4, 5 മിനിറ്റ് കൊണ്ട് ഒന്ന് ഓർപ്പിച്ചിട്ട് നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് വരികയാണ്. നമ്മൾ കണ്ടത് 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ് ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തേക്കുള്ളതായിരിക്കുന്ന പ്രവചനം. അത് ആരംഭിക്കുന്നത് 25-ാം വാക്യത്തിൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങൾ തന്നെ വീണ്ടും പണിയും. 25-ാമത്തെ വാക്യം അത് ആരംഭിക്കുന്നത് നമുക്കറിയാം യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. നെഹമ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൽ ഇവിടെ ലേസർ കാണാം എന്ന് വിചാരിക്കും. നെഹമ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൽ അവിടെ അർത്ഥശിഷ്ട ലോഞ്ചുമാനസ് എന്ന രാജാവ് നെഹമ്യാവിന് യെരൂശലേം പുനഃസ്ഥാപിക്കാനായിട്ട് യെരൂശലേമിന്റെ മതിലുകളൊക്കെ പണിത് അത് സ്ഥാപിക്കാനായിട്ടുള്ള കൽപ്പന, അതിനുള്ള അനുവാദം കൊടുക്കുന്നതാണ് നെഹമ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം. അത് നമുക്കറിയാം നീസാൻ മാസത്തിലാണ്. അത് മാർച്ച് 14 BC 445 അത് സംഭവിക്കുന്നത്. BC 445. അവിടെ തുടങ്ങി 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം ആകെ 69 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 483 വർഷമാണ്, അല്ലെങ്കിൽ 1,73,880 ദിവസമാണ്. അത് അവസാനിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മശീഹയായിട്ട് താൻ യെരൂശലേമിലേക്ക് ഒരു കഴുതയുടെ പുറത്ത് ചെല്ലുന്നതായ രംഗമാണ്. അത് സക്കറിയ പ്രവചനത്തിലും അതുപോലെ സുവിശേഷങ്ങളിലും നമുക്ക് ആ ഭാഗം കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു മശീഹയുടെ പുറത്ത്. അപ്പം യെരൂശലേം പുനഃസ്ഥാപിക്കാനായിട്ട് നെഹമ്യാ പ്രവചനത്തിൽ അർത്ഥശിഷ്ട ലോഞ്ചുമാനസ് കൽപ്പന കൊടുക്കുന്ന നെഹമ്യാ പ്രവചനം 2-ാം അധ്യായം തുടങ്ങി നമ്മൾ മശീഹ ദ പ്രിൻസ് എൻറ്ററിങ് ടു ജെറുസലേം ഓൺ എ കോൾട്ട് ദാറ്റ് ഈസ് ഗിവൺ ഇൻ സക്കറിയ 9:9 അതുവരെയുള്ളതായ കാലഘട്ടമാണ്. നമുക്കറിയാം 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം അഥവാ 483 വർഷം 69 വീക്സ് ടോട്ടൽ 1,73,880 ദിവസം. അതാണ് നമുക്കറിയാം ഈ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു താൻ രാജാവായിട്ട് വരുന്നതായ രംഗമാണ്. കർത്താവായ യേശു ക്രിസ്തു ജനനമോ തന്റെ മരണമോ അല്ല ഇവിടുത്തെ വിഷയം. അതിനുശേഷം 26-ാം വാക്യത്തിൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അപ്പൊ ഈ പീരീഡ് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം സംഭവിക്കേണ്ട അഭിഷക്തൻ മസയ ടു ബി കട്ട് ഓഫ്, അഭിഷക്തൻ ഛേദിക്കപ്പെടണം.
അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതോട് തുടങ്ങി നമുക്കറിയാം ചർച്ച് ഏജ് ആരംഭിക്കുകയാണ്, അഥവാ കൃപായുഗം ആരംഭിക്കുകയാണ്. അത് ദാനിയേൽ പ്രവചനം 9-25 വാക്യം കൊണ്ട് 69 ആഴ്ചവട്ടം കഴിഞ്ഞു. പിന്നെ 70 ആഴ്ചവട്ടം തുടങ്ങുന്നത് 9-27 വാക്യത്തിൽ. അതിന്റെ മധ്യമുള്ളതായിരിക്കുന്ന പീരീഡ് ആണ് ചർച്ച് ഏജ്. ചർച്ച് ഏജിൽ ഈ ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ 26 വാക്യത്തിൽ പിന്നെ വരുവായിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും. AD 70 അവിടെ തീത്തോസ് എന്ന് പറയുന്ന സൈന്യാധിപൻ തന്റെ പട്ടാളം വന്ന് സിറ്റിയും ടെമ്പിളും നശിപ്പിച്ചതായിരിക്കുന്ന രംഗം നമുക്ക് 26 വാക്യത്തിൽ കാണാൻ കഴിയും. അത് AD 70 ചർച്ച് ഏജ് ആണ്, ഗ്രേസ് പീരീഡ്, ഗ്രേസ് ഏജ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും അവസാനം നടക്കേണ്ടത് റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉൽപ്രാപണമാണ്. അപ്പൊ സഭയുടെ ഉൽപ്രാപണം നടക്കുന്നത് ചർച്ച് ഏജിന്റെ അവസാനം, ഏറ്റവും അവസാനമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം അല്പ സമയം കഴിയുമ്പോൾ യഹൂദനുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകും. സമാധാന ഉടമ്പടി തുടങ്ങുന്ന ദിവസം തുടങ്ങി 7 വർഷക്കാലം, അതാണ് ലാസ്റ്റ് 1 വീക്ക്, 70th വീക്ക്, 7 വർഷക്കാലമാണ് ട്രിബുലേഷൻ പീരീഡ്, പീഡനകാലം. അതിന്റെ മധ്യത്തിൽ വെച്ചാണ് മഹാപീഡനം ആരംഭിക്കുന്നത്, അഥവാ യാക്കോബിന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. യാക്കോബിന്റെ കഷ്ടകാലം, പീഡനകാലത്തിന്റെ അവസാനത്തോടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയും പിന്നീട് 1000 ആണ്ട് വാഴ്ചയുമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. അപ്പൊ ഈ ഭാഗം കണ്ടാൽ, ഇത് കണ്ടാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, 69 ആഴ്ചവട്ടം, അഥവാ command to restore and rebuild Jerusalem തുടങ്ങി Messiah the Prince entering Jerusalem on a call to 483 years. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, ചർച്ച് ഏജ്. അപ്പൊ പഴയ നിയമത്തിൽ സഭായുഗം ഇല്ല, സഭയെക്കുറിച്ചുള്ളതായിരിക്കും പ്രതിപാദ്യം ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. വാസ്തവത്തിൽ നമ്മൾ 10-ാം അധ്യായം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ 10, 11, 12 അധ്യായങ്ങൾ പഠിക്കുമ്പോഴും ആ കാര്യം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സഭായുഗത്തെ കുറിച്ച് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ പ്രതിപാദ്യം ഇല്ല എന്നുള്ളത്. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കാൻ ഈ ചാർട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും ഇല്ലെങ്കിൽ എന്നോട് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ ഞാനിത് വാട്സാപ്പ് മുഖേനയോ നിങ്ങൾക്ക് തരാവുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നത് വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു പ്രവചനം, അത് വളരെ ഭംഗിയായിട്ട് ഈ ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞില്ല അല്ലേ? നമുക്ക് ഇനി 10-ാം അധ്യായത്തിലേക്ക് കിടക്കാനായിട്ട് ആഗ്രഹിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് ഈ ഭാഗത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? 9-ാം അധ്യായത്തിൽ നിന്ന് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതല്ലേ? ഓക്കെ, നമുക്ക് എന്നാൽ ഇനി 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 10-ാം അധ്യായം എന്ന് പറയുന്നത് വാസ്തവത്തിൽ 10-ാം അധ്യായവും 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വരെയുള്ളത് 11, 12 അധ്യായങ്ങളിലെ ദർശനത്തിന്റെ പ്രിയാമ്പിൾ അഥവാ അതിന്റെ ആമുഖമാണ് ഈ 10-ാം അധ്യായവും 11-ാം അധ്യായത്തിന്റെ വാക്യം വരെയും. ഇത് 10-ാം അധ്യായം 10, 11, 12 അധ്യായങ്ങൾ ദാനിയേലിന്റെ 4ാമത്തെ ദർശനമാണ്, 4th വിഷൻ. ദാനിയേലിന്റെ 1-ാമത്തെ വിഷൻ 7-ാമത്തെ അധ്യായം, 2-ാമത്തെ വിഷൻ 8, 3-ാമത്തെ വിഷൻ 9, 4-ാമത്തെ വിഷൻ 10-ാം അധ്യായം. 10, 11, 12 ഈ 3 അധ്യായങ്ങളാണ് 4-ാമത്തെ വിഷൻ. വാസ്തവത്തിൽ ഈ 4-ാമത്തെ വിഷൻ എന്ന് പറയുന്നത് 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദാനിയേലിന് ഒരു ചെറിയ ദർശനം ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 21 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, കുറഞ്ഞ പക്ഷം 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ദർശനത്തിന്റെ ബാക്കി ലഭിക്കുന്നത്. അപ്പം 10, 11, 12 അധ്യായങ്ങൾ ഒരു ദർശനമാണ് എന്ന് പറഞ്ഞാലും അത് 2 ഭാഗങ്ങളായിട്ടാണ് ദാനിയേൽ ലഭിക്കുന്നത്. 1-ാമത്തെ ഭാഗം 10-ാം അധ്യായത്തിന് 1-ാം വാക്യവും, പിന്നീട് നമുക്ക് താഴോട്ട് 11-ാം അധ്യായം തുടങ്ങി ആ ദർശനത്തിന്റെ 2-ാം ഭാഗവും, 10-ാം അധ്യായത്തിന് തന്നെ 4-ാം വാക്യം തുടങ്ങി ആ ദർശനത്തിന്റെ 2-ാം ഭാഗവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 ഭാഗങ്ങളായിട്ടാണ് ഈ ദർശനം ദാനിയേൽ ലഭിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഈ ദർശനം 11-ാം അധ്യായത്തിലെ ദർശനം, 11-ാം അധ്യായത്തിലാണ് പ്രധാനം, പിന്നെ 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും ഒക്കെ ഉള്ള ദർശനം അത് പ്രധാനമായിട്ടും ഇസ്രായേലിനെ സംബന്ധിക്കുന്ന, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ദർശനമാണ്. എന്ന് വെച്ചാൽ അവിടെ കാണുന്നതായിരിക്കുന്ന രാജ്യങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ വാസ്തവത്തിൽ യഹൂദനുമായിട്ട് വളരെ പ്രസക്തമായിരിക്കുന്ന ദർശനമാണ്. ഈ ദർശനം, ഈ അധ്യായം എഴുതുമ്പോൾ ദാനിയേലിന് ഏതാണ്ട് 87 വയസ്സുണ്ട്. നമുക്കറിയാം 9-ാം അധ്യായം അത് എഴുതിയപ്പോ അഥവാ അത് കാണുമ്പോൾ ദാനിയേലിന് 84 വയസ്സുണ്ട്. വളരെ
വൃദ്ധനായിരിക്കുന്ന വയോധികനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദാനിയേൽ ഈ സമയമാകുമ്പോൾ. അപ്പൊ ദാനിയേലിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ദാനിയേലിന്റെ പ്രധാനപ്പെട്ടതായ ദർശനങ്ങൾ എല്ലാം കാണുന്നത് താൻ പ്രായമായിരിക്കുമ്പോഴാണ്. ദാനിയേലിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നങ്ങളുള്ളതും വാസ്തവത്തിൽ പ്രായമായിരിക്കുമ്പോഴാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. സിംഹക്കുട്ടിയിൽ ഇട്ടപ്പോ എത്ര വയസ്സ്? 84 വയസ്സെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വളരെ വാർദ്ധക്യത്തിലാണ് ദാനിയേലിന് ദൈവം ഈ 10-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ ദൈവം തന്നെ പ്രദർശിപ്പിച്ചു കൊടുക്കുന്നതും വളരെ വാർദ്ധക്യത്തിലാണ്. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ജീവിതകാലത്തിന്റെ ആകെത്തുകയാണ് നമുക്ക് വാസ്തവത്തിൽ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു ജീവിതം മുഴുവൻ ദൈവദാസൻ ദൈവത്തോട് അടുത്ത് ജീവിച്ചത് കൊണ്ട് ഈ വാർദ്ധക്യത്തിൽ ദൈവം തനിക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ നമുക്ക് 10-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഒന്നാമത്തെ വാക്യം വായിക്കാൻ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ ബേൽസസർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ചു, ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ഇവിടെ നമ്മൾ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ എന്നാ കാണുന്നത് അല്ലേ? 3-ാം ആണ്ടിൽ 1-ാം അധ്യായത്തിന്റെ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം തോന്നുന്നു. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ദാനിയേലോ കോരശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു ദാനിയേലോ കോരശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. ഇത് തമ്മിലൊരു ചെറിയ കൺഫ്യൂഷൻ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാര്യം 1-ാം അധ്യായത്തിൽ ദാനിയേലോ കോരശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. 10-ാം അധ്യായത്തിൽ ഈ ദർശനം കാണുമ്പോൾ കോരശ് രാജാവിന്റെ 3-ാം ആണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തോന്നിയാൽ വാസ്തവം നമ്മുടെ ലാംഗ്വേജ് ഒക്കെ വെച്ച് നോക്കിയാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലേ? കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് തോന്നാം. കാര്യം ഒരാള് ഇത്ര കാലം വരെ ജീവിച്ചിരുന്നു പറഞ്ഞാൽ അത് കഴിഞ്ഞ് മരിച്ചു എന്നാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുക. പക്ഷെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാവും അങ്ങനെയല്ല. അവിടെ 1-ാം അധ്യായത്തിൽ കോരശ് രാജാവിന്റെ 1-ാം ആണ്ടിലും ദാനിയേൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ 1-ാം അധ്യായത്തിൽ കാണുന്നത്. വാസ്തവത്തിൽ സെപ്റ്റുജന്റ് നമുക്കറിയാം. സെപ്റ്റുജന്റ് എബ്രായ ബൈബിൾ അത് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത സെപ്റ്റുജന്റ് അത് തർജ്ജമ ചെയ്തപ്പം അവര് മാനുവലി പേഴ്സണലി അവര് 10-ാം അധ്യായത്തില് ഈ ഭാഗം അവര് കോരശ് രാജാവിന്റെ 1-ാം ആണ്ട് എന്ന് തിരുത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി. പക്ഷെ അങ്ങനെ തിരുത്തേണ്ട ആവശ്യമില്ല. 1-ാം അധ്യായത്തിൽ അവിടെ കോരശ് രാജാവിന്റെ 1-ാം ആണ്ടിലും ദാനിയേൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം നാം ആ ഭാഗത്തു നിന്ന് അർത്ഥമെടുത്താൽ മതിയാകും. അപ്പം പാർസി രാജാവ് കോരശിന്റെ 3-ാം ആണ്ടിൽ ബേൽസസർ എന്ന പേരിൽ ദാനിയേൽ ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു എന്ന്. ഇവിടെ ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു മഹാകഷ്ടമുള്ളത് എന്നുള്ളതിന് വാസ്തവത്തിൽ എബ്രായ പദത്തിലെ അതിന്റെ അർത്ഥം ആർമി, വാർഫെയർ എന്തൊക്കെയാ. വാസ്തവത്തിൽ ഈ മഹാകഷ്ടമുള്ളത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അത് ആർമി, വാർഫെയർ എന്നൊക്കെയാ. കിങ് ജെയിംസ് വേർഷനിൽ അത് എഴുതിയിരിക്കുന്നത് ദ ടൈം അപ്പോയിന്റഡ് വാസ് ലോങ് എന്ന. NIV-ല് ഇറ്റ് കൺസേൺഡ് എ ഗ്രേറ്റ് വാർ. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ടൈംസ് ഓഫ് വാർ ആൻഡ് ഗ്രേറ്റ് ഹാർഡ്ഷിപ്പ്. NKJV-ല് ദ അപ്പോയിന്റഡ് ടൈം വാസ് ലോങ്. അപ്പൊ ദാനിയേലിന്റെ നമ്മൾ ഓർത്തുപോലെ 10-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ദാനിയേലിന് ഒരു ദർശനം കണ്ടു. അത് വളരെ ഷോർട്ടായ ഒരു ദർശനമായിരുന്നു. പക്ഷേ ആ ദർശനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ ദീർഘമായ കാലത്ത് യഹൂദന് അനുഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ദാനിയേൽ കണ്ടത്. ദാനിയേലിന് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പക്ഷേ വളരെ ദീർഘമായിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ യഹൂദന് സംഭവിക്കാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു ദർശനമായിരുന്നു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു എന്ന് നമ്മൾ അവിടെ കാണുക 10-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ. എന്നിട്ട് അത് ദീർഘമായ യുദ്ധത്തെയും കഷ്ടതയും പറ്റിയുള്ള വെളിപ്പാടായിരുന്നു. അത് വളരെ പ്രശ്നസങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. പക്ഷേ ദാനിയേലിന് അക്കാര്യം മനസ്സിലായില്ല. അതുകൊണ്ട് ദാനിയേൽ എന്ത് ചെയ്തെന്നറിയാമോ? ദാനിയേൽ തന്നെത്താൻ ആ ദർശനം മനസ്സിലാക്കാനായിട്ട് തന്നെത്താൻ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അവൻ എന്താ ചെയ്ത്? 2-ാം വാക്യം. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചിട്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല എന്ന് പറയാം. ദാനിയേല് ഈ ദർശനം കണ്ടു. ദർശനം എന്താ? വളരെ മഹാകഷ്ടമുള്ളതായിരിക്കുന്ന, വളരെ പ്രശ്നമുള്ളതായിരിക്കുന്ന, യഹൂദൻ കടന്നു പോകാൻ സാധ്യത ഉള്ളതായിരിക്കുന്ന വലിയ പ്രശ്നത്തെക്കുറിച്ച് ദാനിയേല് കാണാനായിട്ടിടയായി. അപ്പൊ ദാനിയേൽ വാസ്തവത്തിൽ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരുന്നു.
അവൻ 3 ആഴ്ചവട്ടം അവൻ എല്ലാ നല്ല കാര്യങ്ങളും എന്ന് വെച്ചാൽ അവൻ കഴിക്കുന്ന സ്വാദുഭോജനം അവൻ ഭക്ഷിച്ചില്ല, മാംസവും വീഞ്ഞും ആസ്വദിച്ചില്ല, എണ്ണ തേച്ചിട്ടുമില്ല. നമുക്കറിയാം ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി വളരെ അധികം ധനവാനായിരിക്കുന്ന വ്യക്തിയാവാൻ സാധിച്ചുണ്ട്. കാര്യം ആ രാജ്യത്തെ രണ്ട് മൂന്ന് രാജാക്കന്മാരിൽ തന്നെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ്. അപ്പോൾ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ദേശാധിപതിമാരായിട്ട് 120 ദേശാധിപതിമാരുടെ മുകളിൽ 3 ദേശാധിപതിമാരെ വാഴിച്ചിട്ട് അതിന്റെ മുകളിലാക്കാനായിട്ട് ദാനിയേലിനെ കുറിച്ച് ആഗ്രഹിച്ച രാജാവ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അധികം ധനമുള്ളതായ വ്യക്തിയാണ്. അപ്പൊ വളരെ ഹൈ സൊസൈറ്റി ലൈഫ് ആയിരിക്കുന്ന ദാനിയേൽ തീർച്ചയായിട്ടും നയിച്ചിരുന്നത് എന്ന് വെച്ചാൽ അതുപോലെ ധനമുള്ള വ്യക്തിയാവാനുള്ള സകല സാധ്യതയുമുണ്ട്. അപ്പോ ദാനിയേൽ അതെല്ലാം വേണ്ട എന്ന് വെച്ചു എന്നാണ് നമുക്ക് 10ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 9ാമത്തെ അധ്യായം പഠിച്ചപ്പോഴും നമ്മളൊരു കാര്യം കണ്ടത് എന്താ, ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ വി നീഡ് സം പ്രിപ്പറേഷൻ, അല്ലേ? ദൈവസന്നിധിയിൽ വന്ന് ഇരുന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മളിങ്ങനെ ഒരു കാഷ്വൽ മട്ടില് നമ്മൾ ദൈവസന്നിധി വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ കാഷ്വൽ മട്ടിൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ലഭിക്കത്തില്ല. നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മൾ ഒരുക്കണം. നമ്മൾ 9ാം അധ്യായത്തിലും നമുക്കത് കാണാനായിട്ട് ഇടയല്ലേ? 9ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ദാനിയേൽ തന്റെ പാപം, തന്റെ ജനത്തിന്റെ പാപം ഒക്കെ താൻ ഏറ്റുപറയുകയും 9ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലൊക്കെ നമുക്കറിയാം ദാനിയേൽ രക്തമെടുത്തും വെണ്ണീരിലും ഒക്കെ ഇരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മെ തന്നെ തയ്യാറാക്കണം. ഒന്നും നഷ്ടപ്പെടുത്താതെ, ഒരു കാര്യം നഷ്ടപ്പെടുത്താതെ ദൈവസന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ നേടാം എന്ന് വിചാരിച്ചാൽ അത് അസാധ്യമാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമ്മൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ സന്തോഷത്താൽ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കും, എന്നിട്ട് ഞാൻ വന്നിരുന്ന ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കും, എൻ്റെ ആവശ്യങ്ങളൊക്കെ പറയും, ദൈവം അതെല്ലാം തരും എന്ന് വിചാരിച്ചാൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കത്തില്ല. വാസ്തവത്തിൽ ഇന്ന് മലയാള മനോരമ ശുഭദിനം എന്നാണ് തോന്നുന്നു, ആരും വായിച്ചായിരുന്നോ? ഒരു ചെറിയൊരു കോളമുണ്ട് മനോരമയിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് താൻ എൻ്റെ അകത്ത് രേഖപ്പെടുത്തി. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ശമൂവേലിന്റെ പുസ്തകത്തിൽ 1ാം അധ്യായത്തിൽ ഹന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആണ് താൻ എഴുതിയത് എന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ പുള്ളി എഴുതിയിട്ടില്ലെങ്കിലും അതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഹന്ന എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഹന്ന അധികം കരഞ്ഞു ദൈവസന്നിധി വന്നിട്ട്. എന്നിട്ട് ഹന്ന ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു, ഹൃദയം കൊണ്ട് ദൈവസന്നിധി പകർന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അപ്പൊ നമ്മൾ ഈ വാക്കുകളൊക്കെ പറയുന്നതൊന്നും അല്ല ദൈവത്തിന് പ്രധാനം. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് വരുന്നതായിരിക്കുന്ന ആ ചിന്ത നമ്മെ തന്നെ എത്രത്തോളം ദൈവസന്നിധികൾ ഒരുക്കുന്നു, എത്രത്തോളം താഴ്ത്തുന്നു എന്നുള്ളത് വാസ്തവത്തിൽ വളരെ പ്രധാനമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന 3 ആഴ്ചവട്ടം 21 ദിവസം. വാസ്തവത്തിൽ 21 ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ 13ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ 21 ദിവസം കഴിഞ്ഞിട്ടാണ് ദാനിയേലിന് ഇതിനൊരു റിപ്ലൈ കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് റിപ്ലൈ കിട്ടുന്നത് വരെ ദാനിയേൽ പ്രാർത്ഥിച്ചു എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. 21 ദിവസം പ്രാർത്ഥിച്ചിട്ട് ദാനിയേൽ അങ്ങ് നിർത്തി എന്നുള്ള അർത്ഥത്തിലല്ല. 21 ദിവസം എടുത്തു ദാനിയേൽ ഈ വിഷയത്തിൽ ഒരു റിപ്ലൈ കിട്ടാനായിട്ട്. അതിന്റെ കാരണം നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. പക്ഷേ റിപ്ലൈ കിട്ടുന്നവരെ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ള. റിപ്ലൈ കിട്ടുന്നവരെ ദാനിയേൽ തന്നെ താഴ്ത്തി, തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവവചനം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുകയും നമ്മളെ തന്നെ താഴ്ത്തുകയും ചെയ്യാതെ നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദൈവത്തോട് പറയുമ്പോൾ നമ്മുടെ വിചാരം ദൈവം തമ്പുരാൻ അതെല്ലാം കേട്ട് ഇങ്ങനെ തരാനിരിക്കുന്നതായിരിക്കുന്ന എന്താ പറയാ, നമ്മൾ പറയുന്നൊക്കെ അനുസരിച്ച് തരാനിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ദൈവത്തെ അങ്ങ് നമ്മുടെ ലെവലിലേക്ക് താഴ്ത്തി കാണുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ഒരു കുറവ് എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ അത് കണ്ടതാണ് 3ാം അധ്യായത്തിന്റെ സകല സുഖ സൗകര്യങ്ങളും വേണ്ട എന്ന് വെച്ചു താൻ ഭക്ഷണമോ അല്ലെങ്കിൽ മാംസമോ വീഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒന്നും താൻ ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കൂ, ദാനിയേൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 4ാം വാക്യം മുതൽ 9ാം വാക്യം വരെ വാസ്തവത്തിൽ മിക്ക പണ്ഡിതന്മാരും അഥവാ വേദപണ്ഡിതാക്കളും ഈ ഭാഗം വാസ്തവത്തിൽ അത്
ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്, ദൈവത്തെ തന്നെയാണ് പറയുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ചില ആൾക്കാർ വിശ്വസിക്കുന്നു അങ്ങനെയല്ല, അതൊരു ദൂതനാണ് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. നമ്മൾ അതിനെ എതിർക്കുന്നില്ല, അത് എതിർക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ ദൂതനാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ഭാഗം കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത് താൻ വാസ്തവത്തിൽ ദൈവം തന്നെ തനിക്ക് പ്രത്യക്ഷനായി എന്നുള്ളതാണ്. നമ്മൾ വാസ്തവത്തിൽ നോക്കൂ, ഇത് ഒരു ജീവിതകാലം നമ്മൾ പലപ്പോഴും ഓർത്തതല്ലേ, ഒരു ജീവിതകാലം മുഴുവൻ ദാനിയേൽ ദൈവത്തോടു കൂടെ നടന്നപ്പോ ദൈവം എന്ത് ചെയ്തു? തന്നെ ഒന്ന് കാണിച്ചു കൊടുത്തു, അല്ലേ? തന്നെ ഒന്ന് കാണിച്ചു കൊടുത്തു. എന്തോ ഒരു വലിയ കാര്യം അറിയാം. ദൈവത്തെ കാണാനായിട്ട്, ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണാനായിട്ട് ദാനിയേലിന്റെ ജീവിതത്തിൽ സാധിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ ദാനിയേൽ ദൈവത്തോട് നടന്നു എന്നുള്ളത് കൊണ്ട്. നമ്മളിവിടെ വായിക്കുന്നത് എന്താ? 4-ാം വാക്യം മുതൽ, എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. ഈ ഭാഗം നമ്മൾ കണ്ടാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും ഇത് വാസ്തവത്തിൽ യഹോവ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതന്മാർക്ക് ഇതുപോലെയുള്ളതായിരിക്കുന്ന ആകാരം ഇല്ല എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. കാര്യം നമുക്കറിയാം, ലൂസിഫറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവനെ ദൈവം സൃഷ്ടിച്ചതും ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട്. അപ്പൊ അങ്ങനെ ഇല്ലെന്ന് നമുക്ക് കൃത്യം പറയാൻ ഒക്കത്തില്ല. പക്ഷെ എങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഇവിടെ ദൈവം തന്നെ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ എന്നാൽ 10-ാം വാക്യം മുതൽ താഴെയുള്ള വാക്യം, 10-ാം വാക്യം മുതൽ 10-ഉം 11-ഉം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ താഴോട്ട് ഉള്ള വാക്യങ്ങൾ, പിന്നെ 11-ാം അധ്യായം 12-ാം അധ്യായത്തിലൊക്കെ വാസ്തവത്തിൽ നമ്മൾ വേറൊരു ദൂതനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഈ അധ്യായത്തിൽ നമുക്ക് രണ്ട് വ്യക്തികളെ കാണാൻ കഴിയും. ഒന്ന് യഹോവയായ ദൈവം തന്നെയും അതുപോലെ ഒരു ദൂതനെയും നമുക്ക് കാണാൻ കഴിയും. 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്ത് ഇരിക്കയിലും. 1-ാം മാസം എന്ന് പറയുന്നത് ഏത് മാസമാണ്? ഓർമ്മയുണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലയോ? ആബീബ് മാസം. ഇത് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ ഏത് മാസമായിരുന്നു അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഏത് മാസമായിരുന്നു അറിയാമോ? വാസ്തവത്തിൽ ഇത് 7-ാമത്തെ മാസമായിരുന്നു. അവരുടെ 7-ാമത്തെ മാസമായിരുന്നു. അതിനെ 1-ാം മാസം ആക്കിയത് എപ്പോഴാണെന്ന് അറിയാമോ? അവര് മിസ്രയീമിൽ നിന്ന് അവര് പോന്നപ്പോ ആ മാസം 7-ാം മാസം പോകുന്ന, അപ്പൊ ആ മാസത്തെ നിങ്ങളുടെ 1-ാം മാസമാണ് എന്ന് ദൈവം അവരോട് പറഞ്ഞു. അപ്പൊ വാസ്തവത്തിൽ ആദ്യ മാസം അവരുടെ 7-ാം മാസമായിരുന്നു. പക്ഷെ മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുള്ള ബന്ധത്തിൽ ദൈവം അത് 1-ാം മാസമാക്കി അവർക്കൊരു മാസത്തിന്റെ ആരംഭമാക്കി അവർക്ക് കൊടുത്തു. അതിന്റെ പുതിയ പേരാണ് നീസാൻ മാസം. അത് ബാബലോണിയൻ നാമമാണ്. ആബീബ് എന്നതിന്റെ അർത്ഥം യവക്കൊയ്ത്ത് അഥവാ ബാർലി ഹാർവെസ്റ്റ് എന്ന. പക്ഷെ നീസാൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലം. നമുക്കറിയാം ബാർലി ഹാർവെസ്റ്റ് ആണ്, യവക്കൊയ്ത്തിന്റെ സമയമാണ് അവര് മിസ്രൈമിൽ നിന്നും അവര് പോരുവാനായിട്ടിടയായ സമയം. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്തിരിക്കൽ. ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരം ഈ മാപ്പ് നിങ്ങൾക്കെല്ലാം അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. അതിൻ്റെ അകത്ത് ഇവിടെ അതിന്റെ പുതിയ പേരാണ് ടൈഗ്രിസ് റിവർ. ഇന്നത്തെ പേര് ടൈഗ്രിസ് റിവർ. ഹിദ്ദേക്കൽ എന്ന് പറയുന്നത് ഇന്നത്തെ പേരാണ് ടൈഗ്രിസ് റിവർ. ഇതിവിടെ ഇങ്ങനെ ഒഴുകി വരും നമുക്ക് കാണാൻ കഴിയും. അത് ബാബിലോണിലൂടെ കടന്നു വന്ന് ഇങ്ങനെ ഒഴുകി അത് പേർഷ്യൻ ഗൾഫിലേക്ക്, പേർഷ്യൻ ഉൾക്കടലിലേക്ക് അത് വന്ന് പതിക്കുന്നതായിരിക്കുന്ന വളരെ ദീർഘമായിരിക്കുന്ന 1900 കിലോമീറ്റർ ഉള്ളതായിരിക്കുന്ന ഒരു നദിയാണ്. അവിടെയാണ് ഈ സമയത്ത് ഈ നദീ തീരത്താണ് വാസ്തവത്തിൽ ദാനിയേൽ ഇരിക്കുന്നത്. ദാനിയേലിന്റെ കൂടെ മറ്റ് ചിലരുമുണ്ട് എന്നുള്ളത് ഈ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹിദ്ദേക്കൽ അഥവാ ടൈഗ്രിസ് റിവർ. ഇനി ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ക്ഷണവസ്ത്രം ധരിച്ചും ലിനിൻ. ക്ഷണവസ്ത്രം എന്ന് വെച്ചാൽ ലിനിൻ, വളരെ എക്സ്പെൻസീവ് ആയുള്ളതായിരിക്കുന്ന ക്ലോത്ത് ആണ് ലിനിൻ. അരയ്ക്ക് ഊഫാസ് തങ്കം കെട്ടിയും. ഊഫാസ് തങ്കം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലർ വിചാരിച്ചിരിക്കുന്ന ഓഫീർ തങ്കമാണ് എന്ന് വിചാരിക്കും. ഓഫീർ തങ്കമാണ്
അഥവാ ഓഫീർ സ്വർണമാണ് ഏറ്റവും വിലയുള്ള സ്വർണമായിട്ട് നമുക്ക് ദൈവവേദനയിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും വിലയുള്ള സ്വർണം ഓഫീർ സ്വർണം. പക്ഷേ ഓഫീർ സ്വർണമാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഓഫീർ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് എവിടെയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലരും വിചാരിക്കുന്നത് അറേബ്യയിൽ എവിടെയോ, ഒരുപക്ഷെ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെ ഇന്ത്യയാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലർ വിചാരിച്ചിരിക്കുന്നത് ആഫ്രിക്കയിലുള്ളതായിരിക്കും ചില സ്ഥലങ്ങളാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. കൃത്യമായി എവിടെയാണ് ഈ ഓഫീർ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നല്ല നിശ്ചയമില്ല. ഊഫാസ്തംഗം എന്നാ പറയുന്നത്. ഊഫാസ്തംഗം അത് എന്ന് വെച്ചാൽ അരക്ക് കെട്ടിയ കച്ച തനിത്തങ്കം എന്നാണ്. കച്ച കെട്ടിയിട്ടുണ്ട്, അത് തനിത്തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നെ അവന്റെ ദേഹം ഗോമേതകം പോലെയും, ഗോമേതകം അഥവാ ബെറിൽ എന്ന് പറയുന്നത് ഒരു ടോട്ടലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു ജമ്മ. ടോട്ടലി ട്രാൻസ്പെറന്റ്. ഒറിജിനൽ ബെറിൽ എന്ന് പറയുന്നത് ടോട്ടലി ട്രാൻസ്പെറന്റ്. നമ്മൾ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ കാണാൻ പറ്റുമോ? ട്രാൻസ്പെറന്റ്. നമ്മളിപ്പോ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ, ബിൽഡിങ്ങിന്റെ അകത്ത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ നമ്മൾ പോയി തലയിടിക്കും ചിലപ്പോഴൊക്കെ, അല്ലേ? അവിടെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സാധനം ഗ്ലാസ് ഉള്ളത് കാണാൻ കഴിയും. ട്രാൻസ്പെറന്റ്. അപ്പോൾ ഈ വ്യക്തിയെ ഇവിടെ കാണുന്ന വ്യക്തി ആക്ച്വലി ഹീസ് ആബ്സല്യൂട്ട്ലി ട്രാൻസ്പെറന്റ്, കളർലെസ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഹീസ് വിതൗട്ട് എനി എന്താ പറയാ, ഏതെങ്കിലും സാധാരണഗതിയിൽ ഇതിന് കളർ ഉണ്ടാകുന്നത് എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് അതിൽ വന്നെങ്കിലേ ഈ ബെറിലിന്റെ കളർ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ കളറുള്ള ബെറിൽ കിട്ടും, പക്ഷെ അത് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ അതിനകത്ത് ചെല്ലുന്നതുകൊണ്ട്. ഒറിജിനൽ ബെറിൽ ആണെങ്കിൽ കളറില്ല. അപ്പോ വാസ്തവത്തിൽ ദിസ് പേഴ്സൺ ഈസ് ആബ്സല്യൂട്ട്ലി ട്രാൻസ്പെറന്റ്, ഹി ഈസ് വിതൗട്ട് എനി ഇംപ്യൂരിറ്റീസ്. അതുപോലെ പിന്നെ നമ്മൾ വായിക്കുന്നത് അവന്റെ കണ്ണ്. അതുപോലെ നമ്മൾ 6ാം വാക്യത്തിൽ കണ്ണ് തീപ്പന്തം പോലെയും, നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നതായിരിക്കുന്ന അതേ കാര്യം നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. കണ്ണ് തീപ്പന്തം പോലെ, ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ, അവന്റെ വാക്കുകളുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വർണ്ണനയുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കിയാൽ നമുക്കറിയാം ഏതാണ്ട് ഒരേ വർണ്ണന തന്നെയാണ് നമ്മൾ കാണുന്നത്, ഒരേ ഡിസ്ക്രിപ്ഷൻ തന്നെ. അപ്പോ we can say that the person here is our Lord Jesus Christ himself. യഹോവ ദൈവം താൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 7 മുതൽ 9-ാം വാക്യം വരെ ഈ ദർശനം കണ്ട് ദാനിയേൽ ഭയപ്പെട്ടു എന്നാ കാണുന്നത്. ദർശനം കണ്ട് ദാനിയേൽ ഭയപ്പെട്ടു. അവിടെ നമ്മൾ 9-ാം വാക്യത്തിൽ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ വാസ്തവത്തിൽ ദാനിയേല് ഭയപ്പെട്ടു പോയി. ദൈവത്തിന്റെ ദർശനം കണ്ട പഴയ നിയമത്തിലുള്ള മോശ തുടങ്ങിയ പ്രവാചകന്മാർ, കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ ഒക്കെ ദൈവത്തിന്റെ ദർശനം കണ്ട എല്ലാവരും ഭയപ്പെട്ടു പോയി, അല്ലേ? ഭയപ്പെട്ടു പോയി. ദൈവത്തെ നമുക്ക് എന്താ പ്രശ്നം അറിയാമോ? വാസ്തവത്തിൽ നമ്മൾ ഈ ദൈവത്തെ കുറിച്ച് നമ്മളാരും ദർശനം കാണുന്നില്ല. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ചെറിയ ചെറിയ അറിവുകളാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളത്. നമ്മൾ പലപ്പോഴും ഈ ദൈവത്തെ നമ്മുടെ ലെവലിലേക്ക് നമ്മൾ അങ്ങ് താഴ്ത്തിക്കൊണ്ടുവരും, അല്ലേ? സാധാരണഗതിയിൽ അങ്ങനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തെ സ്നേഹവാനായ ദൈവം, ക്ഷമിക്കുന്ന ദൈവം, ഇതൊക്കെയാ. അല്ലാതെ എന്തുവാ അഗ്നിജ്വാല പോലെ കണ്ണുള്ളവനും അതുപോലെ തീഷ്ണതയുള്ള ദൈവം, ദഹിപ്പിക്കുന്ന അഗ്നി, ഈ രീതിയിലായാലും നമ്മൾ ദൈവത്തെ കാണാറുണ്ടോ? ഓർക്കാറുണ്ടോ? നമ്മൾ ഓർക്കാറില്ല, സാധാരണ ഓർക്കാറില്ല. വാസ്തവത്തിൽ ദൈവം അങ്ങനെയും കൂടെ കേട്ടോ. ദൈവത്തിന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന് നമ്മൾ പ്രോപ്പർ തിയോളജി പഠിച്ചപ്പോൾ, ദൈവത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ പഠിച്ചു. ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ദാറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി പെർഫെക്ഷൻസ് എന്നാ പറയാ. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിന്റെ വേറൊരു പേരാണ് പെർഫെക്ഷൻസ്. അപ്പൊ നമ്മൾ സാധാരണഗതി ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സ്ഥാനത്ത് ദ പെർഫെക്ഷൻസ് ഓഫ് ഗോഡ് എന്ന് പറയും. ആ പെർഫെക്ഷൻസ് എങ്ങനെയാ നമ്മൾ കാണിക്കുന്നത് അറിയാമോ? ഈ മാത്തമാറ്റിക്സ് നൊട്ടേഷൻ ഇൻഫിനിറ്റിയില്ല നമ്മൾ കാണിക്കുന്നത്. ഇൻഫിനിറ്റിയുടെ അർത്ഥം എന്താ? ഇൻഫിനിറ്റിയുടെ അർത്ഥം എന്താ? there is no limit. So there is no limit. അപ്പൊ ദൈവത്തിന്റെ എല്ലാ പെർഫെക്ഷനും ലിമിറ്റ്ലെസ്സിന്റെ ഒരു പ്രത്യേകത നമ്മൾ അന്നത് പഠിച്ചതാ. അത് നമ്മൾ പഠിച്ചതാ. അതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? അതുകൊണ്ടാണ് സാരാംശത്തിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഏകമാണ് എന്ന് പറയുന്ന കാര്യം. പിതാവിന്റെ ക്വാളിറ്റീസ് എല്ലാം വിച്ച് കനോട്ട് ബി ഷെയർഡ്
ആ ദൈവം എന്ന നിലയിൽ മറ്റുള്ളവർ കൊടുക്കാൻ സാധിക്കാത്ത എല്ലാ ക്വാളിറ്റീസും, അവനുള്ള എല്ലാ ക്വാളിറ്റീസും ദാറ്റ് ഇസ് ഇൻഫിനിറ്റ്. കർത്താവിനുള്ളതും ഇൻഫിനിറ്റ്, പരിശുദ്ധാത്മാവിനുള്ളതും ഇൻഫിനിറ്റ്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഇൻഫിനിറ്റി കനോട്ട് ബി ഡിവൈഡഡ്, ഇൻഫിനിറ്റി കനോട്ട് ബി സബ്ട്രാക്റ്റഡ്, ഇൻഫിനിറ്റി കനോട്ട് ബി മൾട്ടിപ്ലൈഡ്, ഇൻഫിനിറ്റി കനോട്ട്, യു കനോട്ട് ഡു എനിത്തിങ് വിത്ത് ഇൻഫിനിറ്റി. കാര്യം ഇൻഫിനിറ്റി നമ്മൾ എത്ര എന്ത് ചെയ്താലും ഇറ്റ് റിമെയിൻസ് ആസ് ഇൻഫിനിറ്റി. അതാണ് ഒരു മാത്തമാറ്റിക്കൽ തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഇൻഫിനിറ്റി കനോട്ട് ബി, യു കനോട്ട് സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ് ഓർ ഡു എനിത്തിങ് വിത്ത് ഇൻഫിനിറ്റി. അപ്പൊ ദൈവം എന്ന് പറയുന്ന വ്യക്തി ഹി ഈസ് ഇൻഫിനിറ്റ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ ഇൻഫിനിറ്റ് ഉള്ളോ? അല്ല. ദൈവത്തിന്റെ ക്രോധം അത് എത്രയുണ്ട്? അത് ഇൻഫിനിറ്റി. അത് ഇൻഫിനിറ്റി ആണോ എന്ന് അറിയണമെങ്കിൽ വെളിപ്പാട് ദിവസം 20-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ദൈവത്തിന്റെ ക്രോധം വന്നപ്പോ ഈ ഭൂമിയൊക്കെ മാറിപ്പോയി, ആകാശമൊക്കെ മാറിപ്പോയി. നമ്മൾ 20-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദൈവത്തിന്റെ ക്രോധത്തിന്റെ മുമ്പാകെ ഒന്നും നിൽക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഹിസ് ആംഗർ ഓർ റാത്ത് ഈസ് ഓൾസോ ഇൻഫിനിറ്റ്. അവനുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫിനിറ്റാണ്. അപ്പൊ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ എല്ലാ ഞായറാഴ്ച പോകുന്ന ദൈവത്തിന്റെ സ്നേഹം, അവൻ ഞങ്ങളെ സ്നേഹിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, വി ഷുഡ് നോട്ട് ബ്രിങ് ഹിം ഡൗൺ ടു അവർ ലെവൽ. വി ഷുഡ് നെവർ ബ്രിങ് ഹിം ഡൗൺ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാർ പോലും വിറയ്ക്കുന്നതായിരിക്കുന്ന ഒരു ദൈവമാണുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദാനിയേല് ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോ ദാനിയേല് ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇനി 9-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു, അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു എന്നാം. അത് ഇംഗ്ലീഷില് then was I in a deep sleep on my face and my face toward the ground. അവൻ വാസ്തവത്തിൽ ബോധം കെട്ടുപോയി, അവന്റെ ബോധം നശിച്ചുപോയി എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് പോയി കാണുവാൻ കഴിയുന്നത്. അപ്പോ 10-ാം വാക്യത്തിൽ ഒരു ദൂതന്റെ കൈ, ഇവിടെ കാണുന്ന വ്യക്തി വേറെയാണ്. 10-ാം വാക്യം മുതൽ കാണുന്ന വ്യക്തി വേറെയാണ്. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാൽ ഉള്ളങ്കായും ഊന്നി വിറയിലൂടെ നിൽക്കുമാറാക്കി എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 11-ാം വാക്യം ശ്രദ്ധിക്കുക. 11-ാം വാക്യം, അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്കിനോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അപ്പൊ നമുക്കറിയാം 10-ാം വാക്യത്തിൽ പറയുന്ന വ്യക്തി വേറൊരു വ്യക്തിയെ. കാര്യം എന്താ? ഞാൻ ഇവിടെ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. ഇവിടെ 11-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും നമ്മൾ കാണുന്ന ഒരു പ്രയോഗമാണ് എന്താ? ഏറ്റവും പ്രിയപുരുഷൻ, അല്ലേ? 19-ാം വാക്യത്തിൽ ഏറ്റവും പ്രിയപുരുഷ, 11-ാം വാക്യത്തിൽ ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ എന്ന് പറയാം. 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നീ ഏറ്റവും പ്രിയനാകയാൽ എന്ന് നീ ഏറ്റവും പ്രിയനാകയാൽ. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ പല പ്രാവശ്യം കാര്യം ഓർത്താണ്. ദാനിയേലിന്റെ ജീവിതം, താൻ അധികം പ്രായമായി എങ്കിലും ഒരു ജീവിതകാലം മുഴുവൻ ദൈവത്തോട് അടുത്ത് നിന്നത് കൊണ്ടാണ് ദൈവത്തെ തനിക്ക് തന്നെ കാണിച്ചു കൊടുത്തു. തന്റെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് ഇടയായത് എന്നുള്ളത്. ഒരു കാര്യം കൂടെ ഞാൻ വാസ്തവത്തിൽ പറയാൻ ആഗ്രഹിക്കുക. എന്നറിയാമോ? ദൈവത്തിന് സ്നേഹത്തിൽ വ്യത്യാസമുണ്ടോ? ദൈവം എല്ലാവരും ഒരുപോലെയാണോ സ്നേഹിക്കുന്നത്? ആണെന്ന് വിചാരിക്കുക, അല്ലേ? ഞാൻ വിചാരിക്കുന്നില്ല. ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ദൈവത്തോട് നമ്മള് ദൈവത്തോട് എങ്ങനെ അടുത്ത് ജീവിക്കുന്നു എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മൾ വിചാരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെയാ ദൈവം കേൾക്കുന്നത്. സത്യമാണ്, എല്ലാവർക്കും ദൈവം വാസ്തവത്തിൽ സകല ജീവജാലങ്ങളെയും ദൈവം പരിപാലിക്കുന്നവനാണ്. ക്രിസ്ത്യാനികളെ മാത്രമല്ല കേട്ടോ, ക്രിസ്ത്യാനികളില്ലാത്തവരെയും സകല മൃഗങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും ദൈവം പരിപാലിക്കുക. അപ്പൊ ദൈവത്തിന്റെ പരിപാലനം എന്ന് പറയുന്ന എല്ലാവർക്കുമുണ്ട്. പക്ഷെ ദൈവത്തിന് പ്രിയ മക്കളുണ്ട്, അല്ലേ? ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം പഴയ നിയമത്തിൽ നമുക്കറിയാം, ദൈവത്തിന്റെ പ്രിയ ജനമായിരുന്നു യഹൂദൻ. ഇന്നും ദൈവത്തിന്റെ പ്രിയ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രിഫേർഡ് നേഷനാണ് യഹൂദൻ. എങ്കിലും ഇന്നത്തെ ദൈവമക്കൾ നമ്മളാണ്, അഥവാ കർത്താവിന്റെ സഭയാണ്. അപ്പൊ ദൈവത്തിന് പ്രിയമക്കൾ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ ദൈവം നീ ഏറ്റവും പ്രിയനാകിയാൽ. നമ്മൾ 9-ാം അധ്യായത്തിൽ ഇത് കണ്ടതല്ലേ, പ്രിയനാകിയാൽ. അപ്പൊ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ
നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാ, പക്ഷെ അത് അത്ര ഇമ്പോർട്ടന്റാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്ന് ഇവിടെ നിന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കുകയോ പാട്ടുപാടുകയോ ചെയ്യുന്നതല്ല. ഒരു ജീവിതം മുഴുവൻ ഒരു ജീവിതം മുഴുവൻ നമ്മൾ എങ്ങനെയാ, നമ്മൾ ആരാധനാലയത്തിന് വരുമ്പോൾ എങ്ങനെയാ കേട്ടോ. ആരാധനാലയത്തിന് വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് കർത്താവെ കർത്താവെ എന്ന് വിളിച്ചാൽ ദൈവം അത് കേൾക്കും എന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവും ഇല്ല. ആ ആഴ്ച നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ വിഷയമാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ദൈവത്തോട് അടുത്ത് ജീവിച്ചില്ലെങ്കിൽ ഇവിടെ വന്ന് ആരാധിച്ചാൽ എങ്ങനെയൊക്കെ ആരാധിച്ചാലും ആരാധന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അത് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലായി. ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേൽ, ദൈവത്തോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ദൈവം നമ്മോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാ. ഞാൻ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചാൽ ദൈവം എന്നെയും കൂടുതൽ സ്നേഹിക്കും. എന്റെ കാര്യങ്ങൾക്ക് ദൈവം മതിയായവനാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ എന്റെ ജീവിതത്തിൽ ദൈവവും അങ്ങനെ തന്നെ എന്നോട് പെരുമാറും. ഇസ്രായേലിന്റെ ജീവിതം നോക്കൂ. ഇസ്രായേലിന്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്തു. ദൈവം എന്ത് ചെയ്തു? നീ എന്റെ പ്രിയ മക്കളാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ലില്ല. പൊക്കോ. അവനെ ബാബേലിലേക്ക് വിട്ടു, അശ്ശൂർ കൊണ്ടുപോയി, ഫെലിസ്തീനെ കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ കൊണ്ടുപോകും. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഫെലിസ്തീനൊക്കെ വന്ന് ഇവരെ ആക്രമിക്കുകയും ഇവരെ കീഴടക്കുകയും ചെയ്തു. എന്തുകൊണ്ടാ? ദൈവത്തെ വിട്ട് ഇവര് മാറി എന്നുള്ളതാ. സോ നമുക്ക് മനസ്സിലാവും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, ദൈവം നമ്മോട് എങ്ങനെ പെരുമാറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിന്റെ. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകും കേട്ടോ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് എങ്ങനെ നമ്മൾ പെരുമാറുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. 12ാം വാക്യം ഇവിടെ പറയുക, താൻ ഭയപ്പെട്ടു പോയി, അല്ലെ? വിറച്ചുകൊണ്ട് നിവർന്നു വന്നു. 12ാം വാക്യം, അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു, നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ ഈ ദൂതൻ ദാനിയേലിനോട് പറയാണ്, ദാനിയേലെ ഭയപ്പെടേണ്ട, ഫിയർ നോട്ട് ഡാനിയേൽ. നമുക്കറിയാം യെശയ്യാ പ്രവചനം 41 ഫിയർ നോട്ട്, ഐ ആം വിത്ത് thee എന്നുള്ളതായിരിക്കുന്ന വാക്യം നമുക്കറിയാം. നമ്മൾ വാസ്തവത്തിൽ ദൈവവചനം നോക്കിയാൽ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു പ്രിയ ആന്റിയുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കാനിടയായി. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, ആന്റി ഇങ്ങനെ ബൈബിൾ വായിച്ചിട്ട് ഫിയർ നോട്ട് ഇതൊക്കെ നോക്കി, അത് ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട എന്നുള്ള വാക്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ സാധാരണ 360 പ്രാവശ്യം ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ആന്റി പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ ഇന്റർനെറ്റ് നോക്കിയപ്പോൾ 100-ൽ താഴെ ഉള്ളൂ എന്ന് കണ്ടു. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതുമായിട്ട് ഒക്കെ അടുത്തടുത്തുള്ള വാക്യങ്ങൾ നോക്കിയാൽ 500-ലധികം ഉണ്ടെന്ന് ആന്റി പറഞ്ഞു എന്നോട്. താൻ എഴുതി വെക്കാൻ ഇടയായി എന്ന് എന്നോട് പറയാനിടയായി. അപ്പോ ഞാൻ ഈ വാക്യം ഇത് കണ്ടപ്പോ, സാധാരണഗതിയിൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് 360 പ്രാവശ്യം ഉണ്ട്. അപ്പൊ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമുക്കൊരു വാക്യമുണ്ട്, എന്താ? ഭയപ്പെടേണ്ട എന്നൊരു വാക്യമുണ്ട്. നമ്മൾ സാധാരണ ആൾക്കാർ പ്രസംഗിക്കും. 365 എന്നുള്ള വാക്ക് ശരിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കാട്ടിൽ കൂടുതലുണ്ട് എന്നാ പറയുന്നത്. ഞാൻ ചിന്തിച്ച വ്യത്യസ്തമാണ്. ഞാൻ ചിന്തിച്ച എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ ജീവിതത്തിലെ ഏത് സർക്കംസ്റ്റാൻസ് വന്നാലും ദൈവവചനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിയർ നോട്ട് എന്നൊരു വാക്യം കാണും. അതിനോട് ഏറ്റവും അടുത്തൊരു വാക്യം കാണും. അതാ 500-600 പ്രാവശ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് സർക്കംസ്റ്റാൻസ് ഉണ്ടായാലും അതിന്റെ മധ്യേ ഒരു വാക്യം ഉണ്ടാവും, എന്താ? ഫിയർ നോട്ട് എന്നൊരു വാക്യം ഉണ്ടാവും. എന്തൊരു ആശ്വാസം അല്ലേ? നമുക്ക് വാസ്തവത്തിൽ ഇത് മാത്രമല്ല കേട്ടോ, ഗ്രേസ്, മേഴ്സി, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ദൈവവചനത്തിൽ ഇങ്ങനെയുള്ള വാക്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മെ ധൈര്യപ്പെടുത്താനാണ്. നമ്മൾ ഇനി ഈ അതേ അധ്യായത്തിന് 19ാം വാക്യത്തിൽ വീണ്ടും ഭയപ്പെടേണ്ട എന്ന് ദാനിയേലിനോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് വാസ്തവത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ദൈവവചനത്തിൽ ഭയപ്പെടേണ്ട എന്നുള്ളതായിരിക്കുന്ന വാക്ക് വീണ്ടും അനേക പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര പ്രാവശ്യം ഉണ്ട് എന്നുള്ളതല്ല, നമുക്ക് ഓരോ പ്രാവശ്യവും ഇത് വാസ്തവത്തിൽ നല്ലതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് ദൈവവചനം വായിച്ചിട്ട് ഈ വാക്യങ്ങളൊക്കെ, പ്രത്യേകിച്ചുള്ള വാക്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഒക്കെ നമുക്ക് വെക്കാൻ സാധിച്ചാൽ, അതിനല്പം സമയം ചെലവഴിച്ചാൽ, അത് പിന്നീട് അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ പിന്നീട് നമുക്കത് വളരെ പ്രയോജനം ചെയ്യും. അന്നേരം ഇച്ചിരി സമയം കൂടുതൽ എടുത്താലും പിന്നെ നമ്മുടെ ജീവിതകാലത്തിൽ നമുക്ക് അത് എപ്പോഴും അത് പ്രയോജനം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി
നമ്മൾ ഈ വാക്യത്തിൽ തന്നെ 12-ാം വാക്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്, അവൻ എന്നോട് പറഞ്ഞ ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പ് നിന്നെ തന്നെ താഴ്ത്തേണ്ട മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ. അപ്പൊ ദാനിയേൽ എന്താ ചെയ്തത്? 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു, അല്ലേ? കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടവുമുള്ളതായിരുന്നു. ഒരു വലിയ യുദ്ധത്തെക്കുറിച്ചോ വലിയ പ്രശ്നത്തെക്കുറിച്ചോ നമ്മൾ 1-ാം വാക്യത്തിൽ കണ്ടതാ, 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ. അന്നേരം തുടങ്ങി ദാനിയേല് വളരെ ദുഃഖിച്ച് താൻ ആഹാരമൊക്കെ വളരെ കുറച്ച്, അത്യാവശ്യം ആഹാരമൊക്കെ കഴിച്ച് മറ്റു സുഖസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് എന്നറിയാമോ, ദൈവത്തിൽ നിന്ന് ഇതെന്താണെന്ന് അറിയാനുള്ളതായിരിക്കും അദമ്യമായ ആഗ്രഹം. അതാണ് നമ്മളിവിടെ 12-ാം വാക്യത്തിൽ നീ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാല് ഇതെന്താ സംഭവം എന്നറിയാനുള്ളതായിരിക്കുന്ന ആഗ്രഹം ദാനിയേലിനുണ്ടായി. നിന്റെ ദൈവത്തിന് മുമ്പ് നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ചു. അപ്പൊ തിരിച്ചറിയേണ്ടതിന് മനസ്സ് വെച്ചു, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ചു. അപ്പൊ ഞാൻ ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞത്, എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാം. നമ്മൾ വാസ്തവത്തിൽ 9-ാം അധ്യായത്തിലും ഇത് തന്നെ കണ്ടതല്ലേ. 9-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിലൊക്കെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമ്മള് 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ കെട്ടുകൊടുത്ത് വെണ്ണീറിലിരുന്നു ഉപവസിച്ചു എന്നൊക്കെ 9-ാം അധ്യായത്തിൽ കാണുന്നു. അവിടെ ദൈവം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ദർശനം ഗബ്രിയേലിലൂടെ ദൈവം ദാനിയേലിന് കൊടുത്തു. ഇവിടെ 10-ാം അധ്യായത്തിൽ ദൈവം പറയുക, അഥവാ ഈ ദൂതനിലൂടെ ദൈവം പറയുകയാണ്, എന്താ പറയാ, നിന്നെ തന്നെ നീ ആഗ്രഹിച്ചു, ആഗ്രഹിച്ചു, നിന്റെ ദൈവത്തിന് മുമ്പ് നിന്നെ തന്നെ താഴ്ത്തേത് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. 9-ാം അധ്യായത്തിൽ നമ്മൾ ആ വാക്ക് ശ്രദ്ധിച്ചതാ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാ. എപ്പോഴാ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്? എന്തോ നമ്മുടെ ഹൃദയത്തിൽ ആ കാര്യം ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ വാക്കുകളൊന്നും വേണ്ടട്ടെ. നമ്മൾ മുമ്പേ ഓർത്തല്ലേ, ഹന്നയുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ഓർത്തു. വാക്കുകൾക്കൊന്നും വാക്കുകൾ നല്ലതാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഉറങ്ങാതിരിക്കാൻ നല്ലത്. നമ്മൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്ക പ്രാർത്ഥിച്ചാൽ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ നല്ലതാ. നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, നല്ലതാ. അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇന്നത്തെ മലയാള മനോരമയുടെ ആ അതൊന്ന് വായിച്ചു നോക്കുക, കയ്യിലുള്ളവർക്ക് നല്ലതാ. അവിടെ ഒരു കഥയൊക്കെ താൻ പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ ദൈവസന്നിധി വരുമ്പോൾ നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗമാണ് ദൈവം നോക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അത് കേൾക്കും, പ്രൊവൈഡഡ് നമ്മള് ദൈവത്തിന് പ്രിയനാണെങ്കിൽ. ദൈവത്തോട് നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ, ദൈവത്തോട് അടുത്ത് നിൽക്കാതെ നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ? നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും എന്ന് വിചാരിക്കാനായിട്ട് യാതൊരു ന്യായവുമില്ല. ദൈവത്തോട് നമ്മൾ അടുത്ത് നിൽക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തണം. ഇവിടെയും നമ്മൾ 9-ാം അധ്യായത്തിലും കണ്ടതായ കാര്യം എന്താ? തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, തന്റെ ജനത്തിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു 9-ാം അധ്യായത്തിൽ. ഇവിടെ ദാനിയേൽ എന്ത് ചെയ്തു? താൻ ആഹാരമൊക്കെ വേണ്ടാന്ന് വെച്ചു. അഥവാ ആഹാരമൊക്കെ വളരെ കുറച്ച് അത്യാവശ്യം മാത്രം കഴിച്ചു, സുഖസൗകര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു. താൻ എല്ലാം ഒന്ന് മാറ്റിവെച്ചു. അപ്പൊ ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിന്നെ തന്നെ താഴ്ത്തേണ്ടത് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ തന്നെ നിന്റെ വാക്ക് കേട്ടിരിക്കുന്ന, ഒരു വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയാം. തന്റെ ഹൃദയത്തിൽ ആഗ്രഹം തോന്നിയ സമയത്ത് തന്നെ ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധിക്കണ്ടേ? പ്രത്യേകിച്ച് ഈ കാലഘട്ടം വളരെ പ്രധാനമുള്ള കാലഘട്ടം അല്ലേ? നമ്മളെല്ലാം വാസ്തവത്തിൽ ദൈവജനം ഈ കാലഘട്ടത്തെ വളരെ ഭയത്തോടെയാണ് നമ്മൾ ഇന്ത്യയുടെ പോക്ക് നമ്മൾ വീക്ഷിക്കുന്നത്, അല്ലേ? വളരെ ഭയത്തോടെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലും നേടണമെങ്കിൽ വിശ്വാസികളായ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തോട് വളരെ അടുത്ത് ജീവിക്കേണ്ടത് ആവശ്യം, വളരെ ദൈവത്തോട് അടുത്ത് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി 21-ാമത്തെ വാക്യം. ഓക്കെ, നമ്മളിവിടെ 21-ാമത്തെ വാക്യം. പാർസ് രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസ് രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ചു എന്ന് നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുക. അപ്പൊ ഈ കാര്യം പറയാനായിട്ട് ഈ ദാനിയേൽ ശ്രദ്ധ വെച്ചപ്പോ, ഇത് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോ, അപ്പൊ തന്നെ ദൈവം തന്റെ ദൂതനെ അയച്ചു. പക്ഷേ ദൂതൻ എത്ര ദിവസം താമസിച്ചെന്ന് ഇവിടെ നമ്മൾ കാണുന്നത് 13-ാം വാക്യത്തിൽ
എത്ര ദിവസം താമസിച്ചാ കാണുന്നത്? 11 വാക്യത്തിൽ എത്ര ദിവസമാണ് താമസിച്ചേ? 21 ദിവസം താമസിക്കാനായിട്ട് ഇടയായി അല്ലേ? 11 വാക്യത്തിൽ നമ്മൾ കാണുന്നു 21 ദിവസം താമസിക്കാൻ ഇടയായി. വാസ്തവത്തിൽ നമ്മൾ ഓർത്ത 2-ാം വാക്യത്തിൽ താൻ 21 ദിവസം താൻ 3 ആഴ്ചവട്ടം താൻ ഉപവസിക്കുക, അല്ലെങ്കിൽ താൻ ആഹാരമൊക്കെ വളരെ കുറച്ച് തന്നെ തന്നെ താഴ്ത്തിയത് എന്തുകൊണ്ടാ? തനിക്ക് റിസൾട്ട് കിട്ടുന്ന വരെ താൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതാണ് 11-ാം വാക്യത്തിൽ 21 ദിവസം ഈ ദൂതന് ദാനിയേലിന്റെ അടുക്കിലേക്ക് വരാനായിട്ട് താമസമുണ്ടായി. വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ഭാഗത്ത് ദാനിയേൽ പ്രവചനം നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, ഒന്നല്ല 2 കാര്യം മനസ്സിലാവും. എന്താ അറിയാമോ? ഒന്ന്, എല്ലാ ലോക രാഷ്ട്രങ്ങളെയും വാസ്തവത്തിൽ നിയന്ത്രിക്കാനായിട്ട് അഥവാ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഒരു സാത്താന്റെ ദൂതനുണ്ട്. അതായത് പാർസി പ്രഭു എന്ന് പറയുന്ന സാത്താന്റെ ദൂതനെയാ പാർസി രാജാക്കന്മാരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ളതായിരിക്കും ദൂതൻ പാർസി പ്രഭു എന്ന് പറയുന്നത്. എന്നാൽ അതിനെ എതിർക്കാനായിട്ട് ദൈവത്തിന്റെ ദൂതന്മാരും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാരും സാത്താന്റെ ദൂതന്മാരുമായിട്ട് നിരന്തരമായി ഈ ഭൂമിയുടെ കൺട്രോളിന് വേണ്ടി, ഭൂമിയിലെ ഓരോ രാജ്യങ്ങളുടെയും കൺട്രോളിന് വേണ്ടി താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല, അല്ലേ? പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എന്നാൽ ദൈവം തന്റെ ഹിതം ഈ ഭൂമിയിൽ നിർവഹിക്കാനായിട്ട്. പക്ഷെ ദൈവം താൻ തന്നെയല്ല നിർവഹിക്കുന്നത്. ദൈവം താൻ തന്നെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം ചെയ്ത് തനിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ദൈവം എപ്പോഴും തന്റെ ദൂതന്മാർ മുഖേന, പഴയ നിയമം നമ്മൾ നോക്കിയാൽ എല്ലാ സ്ഥലത്തും തന്റെ യുദ്ധങ്ങളൊക്കെ ദൈവം നയിക്കും. ദൂതന്മാരെയും കൂടെ ചെയ്തുകൊണ്ട് ദൂതന്മാർ മുഖേന ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപൻ ആരാണെന്ന് നമ്മൾ ഓർമ്മയുണ്ടോ? ആരായിരുന്നു? ദൈവത്തിന്റെ സൈന്യാധിപൻ ഓർമ്മയുണ്ടോ? ശരിയാ, ജീമോൻ പറഞ്ഞ ശരിയാ. മീഖായേലാണ് ദൈവത്തിന്റെ സൈന്യാധിപനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവത്തെ തന്നെ ദൈവത്തെ തന്നെ ഞാൻ സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയാം. അപ്പോ യുദ്ധങ്ങൾ വാസ്തവത്തിൽ നിയന്ത്രിക്കുന്നത് അഥവാ നടത്തുന്നത് ദൂതന്മാർ മുഖേനയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇവിടെ വാസ്തവത്തിൽ നമ്മോട് ഉള്ള ബന്ധത്തിൽ നമുക്ക് ഒരു ആശയം നമുക്ക് ലഭിക്കും. എന്താ അറിയാമോ? ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം അതാർക്കാം? ദൂതന്മാർ വന്ന് ആരുടെയും സുവിശേഷം പറയുമോ? പറയത്തില്ല. നമ്മൾ പറയണം, അല്ലേ? സഭയ്ക്കാണ് അതിനുള്ളതായിരിക്കും ഉത്തരവാദിത്വം. സഭ എന്ന് പറയുമ്പോൾ സഭയിലുള്ള വ്യക്തികൾക്ക്, നമുക്ക് ഓരോരുത്തർക്കുമാണ് അതിനുള്ളതായിരിക്കും ഉത്തരവാദിത്വം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. 11-ാം വാക്യത്തിൽ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തുന്നു, എങ്കിലും പ്രധാന പ്രഭുത്വങ്ങൾ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. നമ്മൾ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യം, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. അപ്പോ അവിടെ നമുക്ക് 20-ാം വാക്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. അവിടെ വാസ്തവത്തിൽ പാർസി പ്രഭു എന്നത് പേർഷ്യൻ രാജാക്കന്മാരുടെ കാര്യത്തിൽ ഈ ദൂതൻ ഇടപെട്ട് തന്റെ ദൈവത്തിന്റെ ഹിതം നിർവഹിച്ചു കഴിയും. പേർഷ്യൻ രാജാക്കന്മാരെ മാറ്റി പിന്നെ യവന രാജാക്കന്മാർ വരും എന്നുള്ളത് 20-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ലോക രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നത് ദൈവം താൻ തന്നെയാണ്. വാസ്തവത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതായിരിക്കുന്ന ഒരു വിഷയം കൂടെയാണ്. നമ്മൾ പല പ്രാവശ്യം ആ കാര്യങ്ങളൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ വായിച്ചതും പഠിച്ചതുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ ഈ പല കാര്യങ്ങളും ഈ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരു കാര്യം നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. എന്താ? ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലേ? ദൈവത്തിന്റെ കരങ്ങളിലാണ്, ദൈവമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ വാക്യമാണ് ദൈവം തന്റെ ദൂതന്മാരിലൂടെയാണ് ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന വാക്യം ആയിട്ട് നമുക്ക് ഈ 13-ാമത്തെ വാക്യം അതുപോലെ 20-ാമത്തെ വാക്യം ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ ഇന്നത്തെ ഈ ലോകത്തിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ അത് നമ്മിലൂടെയാണ് അത് നടക്കേണ്ടത് എന്നുള്ളതും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇനി 14-ാമത്തെ വാക്യം, നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു, ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറയാം.
എന്ന് വെച്ചാൽ ബഹുകാലത്തേക്കുള്ളത് എന്ന് വെച്ചാൽ മഹാപീഡന കാലം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തെ പ്രസക്തമായിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് 11-ാം അധ്യായം തുടങ്ങി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 18 വാക്യങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യരോട് സദൃശനായ ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്നു എന്നെ തൊട്ടു എന്ന് വായിക്കുന്നുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ ദൂതനെ കുറിച്ച് തന്നെയാണ് എന്ന് ചിന്തിക്കാനായിട്ട് കഴിയും. അത് വീണ്ടും അവിടെ യഹോവ ദൈവത്തെക്കുറിച്ചല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. ഇവിടെ 10-ാം വാക്യത്തിലും ഒരു ദൂതൻ തന്നെയാണ് വന്ന് ദാനിയേലിനെ തൊട്ട് അവനെ നിവർന്ന് നിൽക്കുമാറാക്കുന്നത്. 19-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിച്ചു നോക്കൂ. ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട. 18-ാം വാക്യത്തിൽ അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു എന്ന് പറയാ. ദൈവം ദാനിയേലിനെ ധൈര്യപ്പെടുത്തുക പറയാ. വീണ്ടും പറയാ, ഏറ്റവും പ്രിയ പുരുഷ നീ ഭയപ്പെടേണ്ട എന്നുള്ളത്. ഈ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് വാസ്തവത്തിൽ ഞാൻ ഓർക്കുമ്പോ യോശുവയോട് പറഞ്ഞ വാക്കാണ് എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞത്. യോശുവയുടെ മുമ്പില് എന്തോ ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി എന്നറിയാമോ. ഇവരെ ഈ യോർദാൻ കടത്തി അക്കരെ കൊണ്ടുപോയി ആ പ്രദേശത്തുള്ള മല്ലന്മാരെയൊക്കെ തോൽപ്പിച്ച് ആ സ്ഥലമെല്ലാം ഈ കണ്ട ജനങ്ങൾക്കെല്ലാം, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അത് വീതിച്ചു കൊടുത്ത് അവരെയൊക്കെ ഒരു സ്ഥലത്ത് ഇരുത്തുക എന്നുള്ളതായിരിക്കുന്ന ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാ. ഞാൻ വിചാരിക്കുന്ന യോശുവ ഭയപ്പെട്ടു പോയി എന്നാ വിചാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞു. ഇവിടെയും ദാനിയേലിനോട് പറയാം, നീ ഭയപ്പെടേണ്ട, ബലപ്പെട്ടിരിക്കുക എന്ന്, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറയാം. 20-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. After the angel left and defeat Persian prince, then the Greek prince will come. Both are demonic spirits of those nations with whom the angel fights and executes God's will. ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുന്നതായിരിക്കുന്ന ദൂതൻ ഈ പ്രഭുക്കന്മാരോട്, ഡിമോണിക് സ്പിരിറ്റിനോട് താൻ യുദ്ധം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി 21-ാമത്തെ വാക്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം കേട്ടോ. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറയാം. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറയാം. സ്ക്രിപ്ചർ ഓഫ് ട്രൂത്ത്, സത്യഗ്രന്ഥം, സ്ക്രിപ്ചർ ഓഫ് ട്രൂത്ത്. അതേത് സ്ക്രിപ്ചറാന്നറിയാമോ? അതേത് സ്ക്രിപ്ചറാ? നമ്മുടെ കയ്യിൽ ഈ എഴുതപ്പെട്ട് കിട്ടിയതായിരിക്കുന്ന സ്ക്രിപ്ചർ അതിന്റെ ഒരു ഭാഗമാണെന്ന് പറയാം. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം അത് പൂർണ്ണമാണ്. അത് പൂർണ്ണ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനം നമുക്ക് ആവശ്യമുള്ളത്ര വചനം ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദാനിയേലിനോട് ദൈവം അഥവാ ഇവിടെ ദൂതൻ പറഞ്ഞു, സ്വർഗത്തിൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറയുമ്പോൾ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എവിടെ ഉണ്ടല്ലേ? അതേതാ? സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന. അവിടെ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലോക സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗത്തിൽ എന്നുള്ളതാണ്. സ്വർഗത്തിൽ സകല കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് രേഖപ്പെടുത്തി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ 11-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ, 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അടുത്ത ആഴ്ച നമ്മൾ 11-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് വാസ്തവത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും, ഒരു രാജാവ് തന്റെ മകളെ മറ്റൊരു രാജാവിന് വിവാഹം കഴിച്ചു കൊടുത്ത കാര്യം, അതുപോലെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 11-ാം അധ്യായം. അത് വാസ്തവത്തിൽ അത് വായിച്ചിട്ട് അനേകര് ഇത് ശരിയല്ലെന്ന് പറയാനിടയായി. അത്ര കൃത്യതയോടുകൂടിയാണ് 11-ാം അധ്യായം കാണുന്നത്. അപ്പൊ സ്വർഗത്തിൽ ഒരു സത്യഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിന്ന് ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ദൈവവചനം കെട്ടി പൂർണ്ണമായി ലഭിച്ചു. എങ്കിലും ഇത് മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ സകല കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സകല കാര്യങ്ങളും അത് പൂർണ്ണമായിട്ട് അത് അവിടെ രേഖപ്പെടുത്തി. അതാ ഇവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 11-ാം അധ്യായം മുതൽ ദർശനത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവവചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് അല്ലേ? അതിൽ രേഖപ്പെടുത്തിയ കാര്യം അതാത് സമയം ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. The word is settled in heaven and is eternal. God reveals to his saints part by part at the appropriate time. സത്യഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് തക്ക സമയത്ത് ദൈവം നമുക്ക് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായിട്ട്
വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന കാര്യവും നമ്മൾ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ആര് സംസാരിക്കുന്നുള്ള കാര്യവും നമ്മൾ എങ്ങനെ ഈ മീറ്റിംഗിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന വസ്തുത വാസ്തവത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കേണ്ട ഒരു പ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം എന്തുകൊണ്ടാ? വെളിപ്പാട് പുസ്തകത്തിൽ അതെല്ലാം ദൈവം കാണിച്ചു കൊടുത്തു, അല്ലേ? അതൊക്കെ വാസ്തവത്തിൽ പ്രവാചകന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതാൻ സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം എങ്ങനെയാ ഇപ്പൊ ആകാശത്തിലെ പോകുന്ന വിമാനം അല്ലെങ്കിൽ മിസൈൽ ദൈവം കാണിച്ചു കൊടുത്താൽ അത് എങ്ങനെ എഴുതി ഫലിപ്പിക്കാനായി? ഇമ്പോസിബിൾ, നിയർലി ഇമ്പോസിബിളാ 2000 വർഷം മുമ്പ്. അപ്പൊ കൃത്യമായി ലാംഗ്വേജിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ദൈവസന്നിധിയിൽ ഇതെല്ലാം എന്ന് തുടങ്ങിയുള്ളതാ, കഴിഞ്ഞ നിത്യത തുടങ്ങി വരുവാനുള്ള നിത്യത വരെ എന്ന് വെച്ചാൽ പൂർണ്ണമായി സകലവും ദൈവസന്നിധിയിൽ ദൈവത്തിന്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച ദൈവം യഥാവാനാണ്. ഹി ഹാസ് ഓൺലി പ്രസന്റ് ടെൻസ്, ഹി ഡസന്റ് ഹാവ് എ പാസ്റ്റ് ആൻഡ് ഹി ഡസന്റ് ഹാവ് എ ഫ്യൂച്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യത്തിൽ എന്നോട് ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല. അവിടെ മീഖായേലിനെ കുറിച്ച് പറയുമ്പോൾ മീഖായേലാണ് നമ്മൾ ഓർത്തതാണ്. നമ്മൾ ദൂതന്മാരെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് മീഖായേൽ എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ സർവ്വസൈന്യാധിപൻ. പക്ഷേ അതോടൊപ്പം തന്നെ മീഖായേലിന്റെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയാണ് യഹൂദന്റെ കാര്യത്തിൽ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. നമ്മൾ ഇന്ന് 10-ാമത്തെ അധ്യായം നമുക്ക് തീർക്കാനിടയായി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ കാര്യം പറയാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ എങ്ങനെ ഒരുക്കണം, നമ്മെ തന്നെ എങ്ങനെ താഴ്ത്തണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നുള്ളത് വീണ്ടും ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.